ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഒക്ടഗൺ ഷേപ്പിലുള്ള ക്രോച്ചറ്റ് കോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നൂലിൻ്റെ നീളം കുറഞ്ഞ വശം കുറുകെ ഇട്ടിട്ട് നീളം കൂടിയ വശം താഴ്ത്ത് വരണം. എന്നിട്ട് നീളം കുറഞ്ഞ അറ്റം കൊണ്ടുവന്ന് നമ്മളൊരു സ്റ്റിച്ച് ഇടുക. അപ്പം നമുക്കവിടെ ഒരു കെട്ട് വരും. അപ്പോൾ ഈ സർക്കിളിലാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. അപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം യാൺ ഓവർ ചെയ്യണം. ഹൂക്കിൽ നൂലൊരു തവണ ചുറ്റിയിട്ട് അടിയിൽ കൂടി ഹൂക്ക് കൊണ്ടുപോയി വെളിയിലത്തെ നൂലിനെ ആ ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിൽ കൂടി കൊണ്ടുവരണം. വീണ്ടും വെളിയിലത്തെ നൂലിനെ ആ 2 ലൂപ്പിൽ കൂടി കൊണ്ടുവരിക. വീണ്ടും 2 ലൂപ്പിൽ കൂടി. അങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അങ്ങനെ ഈ സർക്കിളിൽ നമ്മൾക്ക് 16 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 16 ഡബിൾ ക്രോഷ്യയാണുള്ളത്. അപ്പോൾ സെൻറ്ററിൽ അധികം ഹോള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ആ നൂലിൻ്റെ നീളം കുറഞ്ഞ് ആ സൈഡിൽ ആ നൂലിൽ പിടിച്ച് ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 16 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്കത് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ 3rd സ്റ്റിച്ചിൽ കൊണ്ടുപോയി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ സെക്കൻഡ് റൗണ്ട് ആ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലാണ്. അപ്പം നൂലിനെ നമ്മൾക്ക് അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മളിപ്പോൾ നൂലിനെ നമ്മളവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ചിട്ടാണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നൂലിനെ ഒരു തവണ ചുറ്റുക. വീണ്ടും നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനി ഇവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത് സെയിം സ്റ്റിച്ചിൽ തന്നെ. അപ്പോൾ സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യയാണ്. ഇനി നെക്സ്റ്റ് 2 ആണ്. സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 സെയിം ഗ്യാപ്പിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഫസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1. അപ്പോൾ 2 1 2 1 അങ്ങനെയാണ് നമുക്ക് ഇത് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ടു 1 2 1 അങ്ങനെ എല്ലാ ഗ്യാപ്പിലും ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇനി ഒരു ഗ്യാപ്പിൽ കൂടി ഒരു സ്റ്റിച്ചും ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. 2 ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 1 2 2 1 2 1 2 1 അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 2 1 2 1 ഇതേ രീതിയിൽ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് 3rd സ്റ്റിച്ചിൽ കൊണ്ടുപോയി നൂലിനെ കൊണ്ടുവന്നിട്ട് ഒരു ഹൂക്കിൽ കൂടി അടുത്ത ഹൂക്കിൽ കൊണ്ടുവരിക. അങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഗ്യാപ്പിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നൂലിനെ നമ്മൾ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നൂലിനെ ആ ഗ്യാപ്പിൽ കൊണ്ടുവരണം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക.
വീണ്ടും സെയിം ഗ്യാപ്പിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് ഈസിയാണ്. നമ്മൾ എവിടെയെല്ലാം 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾക്ക് 2 തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ മിഡിൽ പോർഷനിലെല്ലാം 1 1 വരും. ഇപ്പോൾ 2 ചെയ്തു, നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 ചെയ്തു. ഇനി നമ്മൾക്ക് ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഡബിൾ ക്രോഷ്യയും കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. തേർഡ് റൗണ്ട് മുതൽ അങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് 2 ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പിലാണ്. അവിടെ നമ്മൾ 2 തന്നെയാണ് എപ്പോഴും ചെയ്യേണ്ടുന്നത്. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കണം. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം വേണം നെക്സ്റ്റ് സെയിം ഗ്യാപ്പിൽ തന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച്, നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 ചെയിൻ സ്റ്റിച്ച്, നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 ചെയിൻ സ്റ്റിച്ച്, നെക്സ്റ്റ് നമുക്ക് 2 ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിടത്തെല്ലാം നമ്മൾ ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെയും 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്താൽ മതിയാകും. ആ മിഡിൽ പോർഷനിലെല്ലാം ഗ്യാപ്പിലെടുത്ത് 1 1 അങ്ങനെയാണ്. അത് എക്സ്ട്രാ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 2 1 1 2 1 1 ആയി. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിലാണെങ്കിൽ നമുക്ക് 2 1 2 1 അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് തേർഡ് റൗണ്ട് വന്നപ്പോൾ 2 1 1. അപ്പോൾ നമുക്ക് ഓരോ റൗണ്ടും കൂടുമ്പം വരുമ്പം നമുക്ക് 1ൻ്റെ എക്സ്ട്രാ ആയിക്കൊണ്ടിരിക്കും, 1 ഡബിൾ ക്രോഷ്യയുടെ. അപ്പോൾ നമുക്ക് തേർഡ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി മുതൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും നമ്മൾ എക്സ്ട്രാ ഓരോ ചെയിൻ സ്റ്റിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തേർഡ് റൗണ്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ആ ഗ്യാപ്പിൽ ആണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നൂലിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അവിടെ കൊണ്ടുവരണം. ശേഷം വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എന്താ ആ 2 ഇപ്പം നമുക്ക് കഴിഞ്ഞ റൗണ്ടിൽ 2 1 2 1 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 2 1 1 2 ആയി. ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിൽ 1ൻ്റെ തന്നെ 3 എണ്ണം വരും. നെക്സ്റ്റ് റൗണ്ട് 1ൻ്റെ 4 വരും. അങ്ങനെയാണ് ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി ആ സെയിം ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യണം ഒന്നുകൂടി. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ 2 ഡബിൾ ക്രോഷ്യയാണ് സെയിം സ്റ്റിച്ചിൽ. നെക്സ്റ്റ് 1, നെക്സ്റ്റ് ഗ്യാപ്പിൽ 1. ഇനി നമ്മൾക്ക് തെറ്റത്തെ ഇതേ രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ ഓരോ ചെയിൻ എക്സ്ട്രാ കൊടുക്കണം. ഓരോ ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്ത് വേണം ചെയ്യാൻ. ടു ഡബിൾ ക്രോഷ്യ ഉള്ളിടത്തെല്ലാം 2 തന്നെ ചെയ്യണം. അവിടെ നമുക്ക് 2 ആയിരുന്നു കഴിഞ്ഞ റൗണ്ട് മുതൽ. അവിടെയെല്ലാം നമ്മൾ 2 1 1 ആണ്. മിഡിൽ പോർഷനിലെല്ലാം 1 1 കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ 2. അങ്ങനെയാണ് നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 1ൻ്റെ നമുക്ക് ഇപ്പോൾ 1ൻ്റെ 3 എണ്ണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. ശേഷം ഗ്യാപ്പിൽ നൂലിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യുക. ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്താലും മതി. അങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ആയി. നമുക്ക് നെക്സ്റ്റ് ഗ്യാപ്പിൽ 1, ഇനിയും ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ, വീണ്ടും 1 ഡബിൾ ക്രോഷ്യ, വീണ്ടും എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, വീണ്ടും 1 ഡബിൾ ക്രോഷ്യ,
വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഒരു എക്സ്ട്രാ ചെയിൻ കൊടുക്കണം. ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും ഡബിൾ ക്രോഷ്യ. ഇതേ രീതിയിൽ നമുക്ക് എത്ര വലിപ്പമുള്ളത് നമുക്ക് ചെയ്യാം. ആ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിടത്തെല്ലാം 2 തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് 4th റൗണ്ട് 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 6th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് 6th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നൂലിനെ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്യണം. അപ്പോൾ നമുക്കൊരു കെട്ട് വീഴും. ഇനി നമുക്ക് വേറൊരു കളറും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ നോർമലൊരു കെട്ട് കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ 6th റൗണ്ട് വരെ ഞാൻ ചെയ്തിരുന്നു. 6th റൗണ്ട് ചെയ്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 2 1 1. അപ്പോൾ നമുക്ക് 1ൻ്റെ 5 ആണുള്ളത്. ആ മിഡിൽ പോർഷനിൽ 2 സൈഡ് 2. ഇനി നമ്മൾക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഗ്യാപ്പിലാണ് തുടങ്ങുന്നത്. 2 ഡബിൾ ക്രോഷ്യയുടെ ആ ഗ്യാപ്പിലാണ്. എപ്പോഴും നമ്മൾ അങ്ങനെ അവിടെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ആയിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ ചെയ്തതിന് ശേഷം വീണ്ടും 1 ഡബിൾ ക്രോഷ്യ, ചെയിൻ, നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, ആ ഗ്യാപ്പുള്ളിടത്തെല്ലാം 1 1. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ ചെയിന് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ, ചെയിൻ, 1 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് 1 ചെയിൻ, വീണ്ടും 1 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് 7th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ 2 വരുന്നിടത്തെല്ലാം നമുക്ക് 2 തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസിയാണ്. ഓരോ ചെയിന് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം ചെയ്യണം ഓരോ സ്റ്റിച്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 7th റൗണ്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഷേപ്പ് വരുന്നുണ്ട്. നമുക്ക് ആ 2 നമ്മൾ എക്സ്ട്രാ കൊടുത്ത് ചെയ്തില്ലേ, അത് നമുക്ക് 8 ഇടത്താണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒക്ടഗൺ ഷേപ്പ് വരുന്നത്. ഒരു ചെയിൻ എക്സ്ട്രാ കൊടുത്തു. ഇനി നമ്മൾക്ക് 3rd സ്റ്റിച്ചിൽ ജോയിൻ ചെയ്യണം. വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതേ രീതിയിൽ നമ്മൾക്ക് എത്ര വലിപ്പമുള്ളത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 7th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ 8th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ടോട്ടൽ ഇത് 8 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് 8th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു.
എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് ഇനി അപ്പോൾ നമുക്കൊരു കെട്ട് വരും അവിടെ. ശേഷം ഈ നീഡിലിൽ നൂല് കോർത്തിട്ട് കുറച്ച് ഇൻസൈഡിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ബാലൻസ് കട്ട് ചെയ്താൽ മതി. ആ ബാലൻസ് നൂലുള്ളതെല്ലാം അങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ മിഡിൽ ഭാഗത്ത് നമുക്ക് കുറച്ച് നൂല് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ സർക്കിൾ ചെയ്തെടുത്ത ആ നൂല് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു കെട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് നമുക്കവിടെ ഒരു കെട്ട് കൊടുത്തിട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്താൽ മതി ബാലൻസ്. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നോക്കിക്കേ 8 സൈഡായിട്ടാണത്. നമ്മൾ ആ ടു ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അവിടെ നമുക്ക് ഇതേ ഷേപ്പ് വരുന്നത് ഇപ്പോൾ ഒക്ടഗൺ ഷേപ്പിലെ ആണ്. ഇതേപോലെ സെറ്റായിട്ട് നമ്മൾക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് നല്ല ഉപയോഗമാണ്. ഇത് ഇതേ അളവിൽ തന്നെ ഇതേപോലെ തന്നെ ഞാൻ ഒരു നല്ല വലിപ്പമുള്ള ഒരെണ്ണം ചെയ്തിരിക്കുകയാണിത്. ഒരു റൗണ്ട് ടേബിളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. സെയിം ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ സെൻറ്ററിൽ ഒരു ഫ്ലവർ ചെയ്തു. ഇത് ബാലൻസ് വന്ന കുറേശ്ശെ നൂലുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ചെയ്തെടുത്തതാണ്. പിന്നെ ആ റൗണ്ട് ഫിനിഷ് ചെയ്യുന്നിടത്ത് കുറേശ്ശെ നൂല് വെച്ച് കെട്ടിയതാണ്. അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ കോസ്റ്ററായിട്ട് ഉപയോഗിക്കാം, ഫ്ലവർ വേസ് വെക്കാൻ ഉപയോഗിക്കാം, നമുക്ക് റൗണ്ട് ടേബിളിലൊക്കെ. ഓക്കെ, താങ്ക് യു.